തണുപ്പ് കാലമായതുകൊണ്ട് രാവിലെ 6 കഴിഞ്ഞിട്ടും നേരെ നന്നായി വെളുത്തിട്ടില്ലായിരുന്നു. അന്തരീക്ഷമാകെ മഞ്ഞു മൂടിക്കിടക്കുകയാണ്. അഞ്ചല് മുറ്റത്തെ പവിഴമല്ലി മരത്തിന്റെ ചുവട്ടിൽ വീണ കിടക്കുന്ന പൂക്കൾ പെറുക്കി കൂട്ടുന്നുണ്ട്. ഓറഞ്ച് ഞെട്ടുള്ള ആ വെളുത്ത പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ പൂക്കൾ ഭംഗിയായി കുട്ടയിലേക്ക് മാറ്റുമ്പോഴും അവളുടെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. ഉമ്മറത്തെ ചെയറിലിരിക്കുന്ന രാഘവന്റെ കയ്യിൽ പത്രമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതിലൊന്നുമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുറ്റത്ത് ജോലി ചെയ്യുന്ന മരുമകളുടെ മേലെയായിരുന്നു. 25 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല അവൾക്ക്. ഈ പ്രായത്തിൽ വീട് മുഴുവൻ ചിരിച്ചു കളിച്ച് ഒട്ടും ഉന്മേഷം കുറയാതെ നടക്കേണ്ട കുട്ടിയാണ്. അതിപ്പോയാകട്ടെ യാതൊരു താല്പര്യവുമില്ലാതെ ഒരു സാധാരണ കോട്ടൺ സാരിയെടുത്ത് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും തൊട്ട് കയ്യിൽ വെറും രണ്ടേ രണ്ട് വളകളും ഇട്ട് ഒന്നിനും കൊള്ളാത്തതുപോലെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു. മുഖത്തൊരു പുഞ്ചിരിയില്ല, കണ്ണുകളിലാണെങ്കിൽ ഒരു ജീവനുമില്ല. ജീവിതത്തിലെ സകല സന്തോഷങ്ങളും നഷ്ടപ്പെട്ട് ഒരു യന്ത്രത്തെ പോലെ ജോലി ചെയ്യുന്ന മരുമകളെ നോക്കി ആ മാതാപിതാക്കളുടെ നെഞ്ചു തകരുകയായിരുന്നു. പാർവതിയമ്മ വളരെ പതുക്കെ പറഞ്ഞു. അവരുടെ ശബ്ദം വല്ലാതെ ഇറയിട്ടുണ്ടായിരുന്നു. എൻ്റെ നെഞ്ച് തകരുകയാണ് രാഘവേട്ട. ആ കുട്ടിയെ നോക്കിയിരിക്കാൻ എനിക്ക് വയ്യ. നമ്മുടെ കാർത്തിക് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അവൻ പോയതോടെ ആ കുട്ടിയുടെ ചിരിയും സന്തോഷവും എല്ലാം അവസാനിച്ചു. ഒരു ദിവസം പോലും അവൾ തൻ്റെ വിഷമം നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. നമ്മൾ സങ്കടപ്പെടുമെന്ന് കരുതി ഉള്ളിലൊതുക്കി നീറുകയാണവൾ. അതേ പാർവതി, നമുക്കൊരു കുറവും വരാതെ സ്വന്തം കണ്ണു പോലെയാണ് അവൾ നമ്മളെ നോക്കുന്നത്. പക്ഷെ ഉള്ളിൽ അവൾ എത്രമാത്രം നരകം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മകൻ നഷ്ടപ്പെട്ട സങ്കടം നമുക്കൊരിക്കലും മാറാത്ത ഒരു ഉദരശൂല തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്കിത് ജീവിതകാലം മുഴുവനുള്ള ശിക്ഷയാണ്. അവളുടെ ജീവിതം ഇങ്ങനെ ഈ 4 ചുവരുകൾക്കുള്ളിൽ വെന്തു തീരാൻ പാടില്ല. രാഘവൻ നായരുടെ വാക്കുകളിൽ ഉറച്ചൊരു തീരുമാനം വ്യക്തമായിരുന്നു. അത് കേട്ട് പാർവതിയമ്മയുടെ മുഖത്ത് പരിഭ്രമം നിഴലിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അഞ്ജലിയെ വീണ്ടും കല്യാണം കഴിപ്പിക്കണം പാർവതി. ആ വാക്ക് കേട്ടതും പാർവതിയമ്മ ഒരു നിമിഷം തരിച്ചുപോയി. മരിച്ച തൻ്റെ മകൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക എന്ന ചിന്ത ആ അമ്മയുടെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. എങ്കിലും ദിവസം ചെല്ലുന്തോറും സങ്കടം കൊണ്ട് ഉരുകിത്തീരുന്ന അഞ്ജലിയുടെ മുഖം കൺമുന്നിൽ തെളിഞ്ഞപ്പോൾ അവളിൽ മൂടിക്കിടന്നിരുന്ന ആ പിടിവാശിയെല്ലാം അലിഞ്ഞുപോയി. ഒരു സ്ത്രീയായി, ഒരമ്മയായി അവർ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ നാട്ടുകാരുടെ വായി മൂടിക്കെട്ടാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം ബന്ധുക്കൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. അതൊക്കെ പോട്ടെ, അഞ്ജലി ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാർത്തിക് എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. പാർവതിയമ്മ ഭയത്തോടെ ചോദിച്ചു. രാഘവെ ചെറുതായി നെടുവീർപ്പിട്ടു. നാട്ടുകാർ എന്തു വിചാരിക്കുമെന്ന് കരുതി നമ്മളിരുന്നാൽ ആ കുട്ടിയുടെ ജീവിതം തകർന്നു പോകും പാർവതി. നാളെ നമ്മൾ ഇല്ലാതായാൽ ഈ ബന്ധുക്കളിൽ ആരെങ്കിലും വന്ന് അവൾക്കൊരു തുണയായി നിൽക്കുമോ? കല്യാണപ്പന്തലിൽ വെച്ച് അവളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ്, മരുമകളായല്ല മകളായി തന്നെ അവളെ നോക്കിക്കൊള്ളാമെന്ന്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഞാൻ എന്ത് തീരുമാനമാണോ എടുക്കേണ്ടത് ആ തീരുമാനം തന്നെയാണ് എടുക്കുന്നത്. അവളെ സമ്മതിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. രാഘവന്റെ ശബ്ദത്തിൽ സങ്കടത്തോടൊപ്പം ഒരു ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ടതും പാർവതിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സാരി തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ സമ്മതമെന്നോണം തലയാട്ടി. അപ്പോഴേക്കും മുറ്റമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയ ശേഷം അഞ്ജലി അകത്തേക്ക് വന്നു. പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 കപ്പ് കാപ്പിയുമായി അവൾ ഉമ്മറത്തേക്ക് വന്നു. അവിടെ ഇരിക്കുകയായിരുന്ന രാഘവന്റെ അരികിലെ ചെറിയ മേശപ്പുറത്തേക്ക് കാപ്പിക്കപ്പുകൾ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അച്ഛാ, കാപ്പി. സാധാരണയായി ഈ സമയത്ത് പത്രം വായിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന അച്ഛൻ ഇന്ന് ഒന്നും മിണ്ടാതെ ഒരേ ഇരിപ്പിരിക്കുന്നത് കണ്ടപ്പോൾ അഞ്ജലിക്ക് എന്തോ പോലെ തോന്നി. അമ്മയും തല താഴ്ത്തി വളരെ ശാന്തയായി ഇരിക്കുകയായിരുന്നു. എന്താ അച്ഛാ, രണ്ടുപേരും ഇത്ര സങ്കടത്തിലിരിക്കുന്നത്? സുഖമില്ലേ ആർക്കെങ്കിലും? രാഘവൻ കപ്പ് കാപ്പി എടുക്കാതെ പറഞ്ഞു. മോളെ അഞ്ജലി, നീ ഒന്ന് ഇരിക്ക്. അദ്ദേഹം വിളിച്ച രീതി കേട്ടപ്പോൾ അഞ്ജലിക്കുള്ളിൽ ചെറിയൊരു ഭയം തോന്നി. അവൾ പതിയെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവർ അപ്പോഴും നിലത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കൈകൾ കൂട്ടിവെച്ച് തിരുമ്മിക്കൊണ്ട് അവൾ പേടിയോടെ ചോദിച്ചു, ഒന്ന് പറയൂ അച്ഛാ, നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു.
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് നീയല്ല മോളെ, ഞങ്ങളാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുകയോ? അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? എനിക്കൊരു കുറവും വരാതെ എന്നെ നോക്കുന്നവരല്ലേ നിങ്ങൾ? അഞ്ജലി പറഞ്ഞു നിർത്തി. അവിടെയാണ് മോളെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത്. നിനക്കൊരു കുറവും വരാതെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു കൂട്ടില്ലാതെ നിന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കാർത്തിക് ഇനി നമ്മുടെ കൂടെയില്ലെന്നത് എത്രത്തോളം സത്യമാണോ, നിനക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്നതും അത്രത്തോളം തന്നെ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതും അഞ്ജലിയുടെ നെഞ്ചിടിപ്പ് കൂടി. അദ്ദേഹം എന്താണ് പറയാൻ വരുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും എന്തോ വലിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ഭാവിയെന്നോ? എന്താ അച്ഛാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇടറിയ ശബ്ദത്തോടെ അവൾ പറഞ്ഞു. നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അഞ്ജലി. യാതൊരു മടിയുമില്ലാതെ രാഘവിയെ നേരെ കാര്യത്തിലേക്ക് കടന്നു. ആ വാക്കു കേട്ടതും അഞ്ജലിക്കൊരു നിമിഷം ശ്വാസം നിലച്ചത് പോയതുപോലെ തോന്നി. ഇരുന്നിടത്തിൽ നിന്ന് അവൾ പേടിയോടെ എഴുന്നേറ്റ് നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ തന്നെ കണ്ണീർ ഒലിച്ചിറങ്ങി. അച്ഛ, എന്തൊക്കെയാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? കാർത്തിക്കിന് പകരം എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നേരെ എന്നോട് പറയൂ. ഞാൻ ഈ വീട് വിട്ടു പോയിക്കോളാം. വീണ്ടും ഒരു കല്യാണം കഴിക്കണം എന്ന് മാത്രം എന്നോട് പറയരുത്. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. ഇടറിയ ശബ്ദത്തോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അഞ്ജലി യാചിച്ചു. അഞ്ജലിയുടെ പരിഭ്രമം കണ്ട് പാർവതിമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കൈകളിൽ പിടിച്ചു. എൻ്റെ ഭ്രാന്തിപ്പെണ്ണെ, നീ ഞങ്ങൾക്കൊരു ഭാരമാകുമെന്നോ? നീ ഞങ്ങളുടെ ജീവനല്ലേ? പക്ഷേ നിന്റെ പ്രായം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളെ ഞങ്ങൾ ഇല്ലാത്തൊരു ദിവസം നിന്റെ അവസ്ഥ എന്താകും? കൂട്ടിനാരുമില്ലാത്ത ഈ ലോകത്ത് നീ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഞങ്ങൾക്ക് വല്ലാത്ത പേടിയുണ്ട്. എനിക്ക് ആരുടെയും കൂട്ടുവേണ്ട അമ്മായിമ്മേ. എനിക്ക് കാർത്തിക്കിൻ്റെ ഓർമ്മകൾ മാത്രം മതി. ദയവ് ചെയ്ത് ഇനി ഒരിക്കലും ഈ വിഷയം എടുക്കരുത്. അത് ആലോചിക്കാൻ പോലും എനിക്ക് പേടിയാകുന്നു. അത്രയും പറഞ്ഞ് 2 കൈകൾ കൊണ്ടും മുഖം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഞ്ജലി തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി. രാഘവൻ അല്പം ദീർഘശ്വാസം വിട്ടു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇതൊറ്റ ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല പാർവതി. അവൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവളുടെ നല്ലതിന് വേണ്ടി നമ്മൾ അല്പം കടുത്ത തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരം ഞാൻ അഞ്ജലിയുടെ അച്ഛൻ കേശവനോട് സംസാരിക്കാം. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നോക്കാം. വൈകുന്നേരം രാഘവൻ കേശവൻ്റെ വീട്ടിലേക്ക് പോയി. കേശവൻ റിട്ടയർഡ് ഹെഡ് ഓഫ് ക്ലർക്കാണ്. രാഘവ, ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു വിവരവും അറിയിക്കാതെ വന്നത്? അഞ്ജലിക്ക് സുഖം തന്നെയല്ലേ? പാർവതിയമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം സ്നേഹത്തോടെ രാഘവനെ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സുഖം എങ്ങനെ എത്ര നാൾ തുടരും എന്നോർത്താണ് എൻ്റെ സങ്കടം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തിടക്കപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ കസേരയിലേക്ക് ഇരുന്നു. ഈ സമയം സുമതി കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും എന്താണ് പ്രശ്നം എന്ന ഭാവത്തിൽ ഭർത്താവിനെ നോക്കിയ ശേഷം അകത്തേക്ക് പോവുകയും ചെയ്തു. ഏതോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണമെന്നതാണെന്ന് പറഞ്ഞല്ലോ. എന്താണത്? ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വ്യക്തമായി പറയും. അഞ്ജലി എൻ്റെ മരുമകൾ മാത്രമല്ല, എൻ്റെ സ്വന്തം മകളാണ്. ആ കുട്ടിയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കണ്ടാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ദിവസം ചെല്ലുന്തോറും അവൾ ഉള്ളിൽ കിടന്ന് എത്രമാത്രം ഉരുകയാണെന്ന് കണ്ടുകൊണ്ട് എനിക്കെങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? നിങ്ങൾ തന്നെ പറയൂ. കാർത്തിക് ഇപ്പോൾ നമുക്കൊപ്പമില്ല, അത് സത്യമാണ്. പക്ഷേ അവളുടെ മുന്നിൽ വലിയൊരു ജീവിതം കിടക്കുകയല്ലേ. ഇങ്ങനെ ആ 4 ചുവരുകൾക്കുള്ളിൽ ഒരു തുണയുമില്ലാതെ അവളുടെ ജീവിതം ഉരുകിത്തീരുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അഞ്ജലിയെ കൊണ്ട് വീണ്ടും ഒരു വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഘവൻ്റെ നാവിൽ നിന്ന് ആ വാക്ക് കേട്ടതും കേശവൻ ഒന്ന് ഞെട്ടി. അദ്ദേഹത്തിന് പെട്ടെന്ന് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. ഉമ്മറപ്പടിക്കുന്ന പിന്നിൽ നിന്നും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സുമതിയും എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി. എന്താ ഈ പറയുന്നത് രാഘവ? നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് കേൾക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിറക്കുന്ന ശബ്ദത്തോടെ കേശവൻ പറഞ്ഞു.
നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ആശ്ചര്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണയായി ഏത് അമ്മായിയമ്മയും അമ്മായിയപ്പനും തങ്ങളുടെ മകൻ്റെ ഓർമ്മകളുമായി മരുമകൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നല്ലേ ആഗ്രഹിക്കുക. എനിക്കും എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലുതാണ് എൻ്റെ കൺമുന്നിൽ ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കാണുമ്പോഴുള്ള സങ്കടം. നാളെ നമ്മളില്ലാത്തൊരു ദിവസം ആ കുട്ടിയുടെ അവസ്ഥ എന്താകും? കഴുകന്മാരെ പോലെയുള്ള ഈ സമൂഹത്തിൽ അവളെ ഒറ്റക്കാക്കി നമുക്കെങ്ങനെ സമാധാനമായി കണ്ണടക്കാൻ കഴിയും? രാഘവി വിതുമ്പുന്ന തൊണ്ടയോടെ ചോദിച്ചു. കേശവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം രാഘവിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. സ്വന്തം അച്ഛനായ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മകളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. പക്ഷേ എന്താ? എന്തിനാണ് പേടിക്കുന്നത്? മടി കൂടാതെ തുറന്നു പറയൂ. അഞ്ജലി കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാഘവ? കാർത്തിക് എന്നാൽ അവൾക്ക് ജീവനായിരുന്നു. അവൻ്റെ ഓർമ്മകളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരാളെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ അവളുടെ മനസ്സ് സമ്മതിക്കുമോ? അതാണ് എൻ്റെ പേടി. തൻ്റെ ഉള്ളിലെ ആശങ്ക തുടർന്നു പറഞ്ഞു. രാഘവൻ ചെറുതായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലാകും. ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. അവൾ പെട്ടെന്നൊന്നും ഇതിന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്ന് കരുതി നമുക്കിതിങ്ങനെ വെറുതെ വിട്ടേക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളും കൂടി എൻ്റെ കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പതുക്കെ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. ആ കുട്ടിയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് ഇത്രയെങ്കിലും നിർബന്ധം പിടിച്ചുകൂടെ? പറയൂ എന്ന് അദ്ദേഹം നേരിട്ട് ചോദിച്ചു. രാഘവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കേശവറാവ് ഒന്ന് ശാന്തനായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ മിന്നി മറഞ്ഞു. അഞ്ജലി സമ്മതിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ എന്താണ് ഉള്ളത് രാഘവ? എൻ്റെ മകളുടെ സന്തോഷം തന്നെയല്ലേ എനിക്കും വലുത്. ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. അവളുടെ മനസ്സ് മാറുകയാണെങ്കിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങളുടെ ശ്രമത്തിന് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് കേശവൻ മനസ്സ് തുറന്നു പറഞ്ഞു. രാത്രി 8 മണിയായി. രാഘവൻ വീട്ടിൽ തിരിച്ചെത്തി. വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. കൂടെ ചെറിയൊരു ക്ഷീണവും. അപ്പോഴേക്കും അഞ്ജലി പാചകമെല്ലാം കഴിഞ്ഞ് അമ്മായിയമ്മക്കും അമ്മായിയപ്പനും ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. രാവിലെ അവർ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നിട്ടും ആ പരിഭ്രാന്തിയൊന്നും പുറത്തു കാണിക്കാതെ ഒരു യന്ത്രം പോലെ അവൾ പണികൾ ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാവർക്കുമൊപ്പം അവളും കഴിക്കാനിരുന്നെങ്കിലും എന്തോ 2 ഉരുള മാത്രം നിർബന്ധിച്ച് തൊണ്ടയിലേക്ക് തള്ളിക്കയറ്റി കൈ കഴുകി എഴുന്നേറ്റ് പോയി. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പാർവതിയമ്മക്ക് മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നി. അഞ്ജലി അടുക്കളയെല്ലാം വൃത്തിയാക്കി ഉറങ്ങാനായി തൻ്റെ മുറിയിലേക്ക് പോയി. ലൈറ്റൊന്നും ഇടാതെ ഇരുട്ടത്ത് ജനലിനടുത്ത് വന്നു നിന്ന് അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ 100 കൂട്ടം പേടികൾ വന്നുകൂടി. പ്രത്യേകിച്ച് ഈ വീടും ഇവിടുത്തെ അമ്മയെയും അച്ഛനെയും പിരിഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്ന ആലോചന അവളെ വല്ലാത്ത ശ്വാസം മുട്ടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് പാർവതിയമ്മ മെല്ലെ അകത്തേക്ക് വന്നു. ലൈറ്റിട്ട ശേഷം അഞ്ജലിയുടെ അടുത്ത് ചെന്ന് അവൾ കട്ടിൽ ഇരുത്തിയിട്ട് തലയിൽ തലോടി. എന്താ മോളെ ഒരു വിഷമം? അത്താഴം പോലും നേരെ ചൊവ്വ കഴിച്ചില്ലല്ലോ. പാർവതിയമ്മ മെല്ലെ സംസാരിച്ചു തുടങ്ങി. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മേ. വിശപ്പില്ലാത്തത് കൊണ്ട് കഴിച്ചില്ല, അത്രയേ ഉള്ളൂ. അഞ്ജലിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പാർവതിയമ്മ പറഞ്ഞു, എന്നോടൊന്നും മുളിക്കണ്ട മോളെ. രാവിലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെടുത്താണോ നിന്റെ ഈ പേടി? ഈ വീട്ടിലേക്ക് വന്നത് മുതൽ അദ്ദേഹം നിന്നെ സ്വന്തം മകളെ പോലെയല്ലേ നോക്കുന്നത്? അങ്ങനെയുള്ള ഒരാൾ നിനക്ക് സങ്കടമുണ്ടാകുന്ന ഒരു തീരുമാനവും എന്തിനെങ്കിലും എടുക്കുമോ? നീ തന്നെ പറയൂ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അമ്മേ. എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. എൻ്റെ മനസ്സ് നിറയെ കാർത്തിക്കിൻ്റെ ഓർമ്മകൾ മാത്രമാണ്. എങ്കിലും ഈ വീടും നിങ്ങളെയും വിട്ട് എനിക്കൊരിടത്തേക്കും പോകാൻ കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞവൾ പാർവതിയമ്മയുടെ തോളിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. പാർവതിയമ്മ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അഞ്ജലിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ബാന്ത് പെണ്ണെ, നീ ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല മോളെ. നിനക്കൊരു കല്യാണം കഴിപ്പിച്ച് നിന്നെ ഏതൊരു അന്യ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വരാൻ പോകുന്ന മരുമകനെ നമ്മുടെ വീട്ടിലേക്ക് താമസിപ്പിച്ച് നിന്നെ
എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ നിർത്തണമെന്നാണ് നിന്റെ അച്ഛൻ്റെ നിർബന്ധം. ആ വാക്ക് കേട്ടതും അഞ്ജലിക്കൊരു ഷോക്കേറ്റതുപോലെ തോന്നി. അവൾ കണ്ണുകൾ വലുതാക്കിക്കൊണ്ട് വിശ്വസിക്കാനാവാതെ ചോദിച്ചു, ഏ, എന്താ അമ്മ ഈ പറയുന്നത്? അതെ മോളെ. അഞ്ജലിക്ക് തിരിച്ച് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. തൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും സ്വന്തം ഭാവിയെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മനസ്സ് അലിഞ്ഞുപോയി. അവിടെ നിന്ന് മാറിപ്പോകേണ്ട ആവശ്യമില്ലെന്ന വാക്ക് ചെറിയൊരാശ്വാസം നൽകിയെങ്കിലും തൻ്റെ ജീവനായ കാർത്തിക്കിനെ മറന്ന് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ എങ്ങനെ കടത്തിവിടും? മനസ്സു നിറയെ കാർത്തിക്കിൻ്റെ ഓർമ്മകളായിരിക്കുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്ന ആലോചന തന്നെ അവളെ ശ്വാസം മുട്ടിച്ചു. ഇപ്പോൾ സ്വന്തം മനസ്സിനെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്നറിയാതെ കണ്ണു നിറഞ്ഞ് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ അവൾ അങ്ങനെ ഇരുന്നു പോയി. പിറ്റേന്ന് രാവിലെ അഞ്ജലി പൂജയെല്ലാം കഴിഞ്ഞ് തുളസിത്തറക്ക് മുന്നിൽ വിളക്ക് വെക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഒരു ഓട്ടോ വന്നിറങ്ങി കേശവനും സുമതിയും അകത്തേക്ക് വന്നത്. അവരെ കണ്ട ഉടനെ അടുത്ത വീട്ടിലെ കനകമ്മക്ക് ആകാംക്ഷയായി. അതെന്താ രാവിലെ തന്നെ ഒരു വിവരമില്ലാതെ ഇത്ര തുടക്കത്തിൽ വന്നത് എന്ന് ചിന്തിച്ച് അവൾ മതിലിൽ ചാരി നിന്ന് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന രാഘവൻ അവരെ കണ്ട ഉടനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പാർവതിയമ്മയും അടുക്കളയിൽ നിന്ന് പുറത്തു വന്ന് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി. എന്നാൽ അഞ്ജലിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കേശവൻ മകളെ നോക്കി പതുക്കെ ഒന്ന് നെടുകുറിപ്പിട്ടു. അഞ്ജലി, ഇന്നലെ അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം എടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് എനിക്കും നിന്റെ അമ്മക്കും തോന്നുന്നു മോളെ. അഞ്ജലി ഞെട്ടിപ്പോയി. അവൾ അച്ഛനെ നോക്കി പറഞ്ഞു, അച്ഛാ, നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. കാർത്തിക്കിനെ മറന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. അത് കേട്ടതും സുമതി വേഗം ചെന്ന് മകളുടെ കൈകളിൽ പിടിച്ചു. എത്ര നാളെന്ന് വെച്ചാ നീ വെറും ഓർമ്മകളും പിടിച്ച് ഇങ്ങനെ ജീവിക്കുക? ഞങ്ങളായാലും നിന്റെ അമ്മായിമ്മയും അമ്മായിയപ്പനുമായാലും എന്നും നിന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ മോള്. ഒരു തുണയുമില്ലാതെ നാളെ നീ ഒറ്റക്കാകി പോകുമോ എന്ന ചിന്ത വരുമ്പോൾ പെറ്റമ്മയായ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്കൊരു തുണയും വേണ്ട അമ്മേ. കാർത്തിക് എനിക്ക് തന്ന ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊട്ടും കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിക്കും. അഞ്ജലി കണ്ണീരോടെ ഉറപ്പിച്ചു പറഞ്ഞു. അതുവരെ മിണ്ടാതിരുന്ന രാഘവൻ അഞ്ജലിയോട് സംസാരിക്കുകയാണ്. അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റുന്നത് മോളെ. കാർത്തിക്കിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ നിനക്കൊരു തുണയായി തോന്നാം. പക്ഷേ നിന്റെ മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. അത്രയും നീണ്ടൊരു ജീവിതം വെറും ഓർമ്മകൾ മാത്രം മുറുകെ പിടിച്ച് നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കാൻ കഴിയില്ല അഞ്ജലി. നീ ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടിയാൽ ഈ വാർദ്ധക്യകാലത്ത് ഞങ്ങൾക്കതൊരു വലിയ തണലാകും എന്നത് നേരെ തന്നെയാണ്. പക്ഷേ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നിൽ നിന്ന് എന്താണ് പിടിച്ചു വാങ്ങുന്നതെന്ന് അറിയാമോ? നിന്റെ ഭാവി. ഞങ്ങളുടെ സ്വാർത്ഥത കാരണം നിന്റെ ജീവിതം ബലി കൊടുത്തു എന്ന ആ ഒരു കുറ്റബോധം താങ്ങാൻ ഞങ്ങൾക്കാവില്ല മോളെ. ആ ഒരു പാപഭാരവും ചുമന്ന് നാളെ ഞങ്ങൾക്ക് സമാധാനത്തോടെ കണ്ണടക്കാൻ പോലും കഴിയില്ല. അഞ്ജലിക്ക് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാർത്തിക്കിനോടുള്ള സ്നേഹം കാരണം ഇവിടെ തന്നെ തുടരാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് സ്വന്തം മാതാപിതാക്കളും ഭർത്ത മാതാപിതാക്കളും എത്രത്തോളം വേദനയ്ക്കുണ്ടെന്നാണ് ഇപ്പോൾ അവൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ സന്തോഷം മാത്രമാണ് പ്രധാനം. അവരുടെ ആ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ പിടിവാശിക്ക് സ്ഥാനമില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ മാനസികമായി ഒരുപാട് വിഷമിപ്പിക്കുകയാണ്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ. ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് ഒന്നിനും ഒരു മറുപടിയും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവൾ കണ്ണീരടക്കിക്കൊണ്ട് വേഗം സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ചു. കേശവൻ നിരാശയോടെ രാഘവനെ നോക്കി. രാഘവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. സാരമില്ല കേശവ, കഴിഞ്ഞ തവണത്തെ പോലെ അവൾ പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. ആലോചിക്കാൻ എന്നാണ് പറഞ്ഞത്. ആ മഞ്ഞുരുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശ്രമം നമ്മൾ ഉപേക്ഷിക്കരുത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കേശവനും സുമതിയും അവിടെ നിന്നും ഇറങ്ങി. മുറിയിൽ കയറി വാതിലടച്ച അഞ്ജലി ചുവരിയിരിക്കുന്ന കാർത്തിക്കിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി.
ചിരിച്ചു നിൽക്കുന്ന ആ മുഖം കണ്ടപ്പോൾ അവളുടെ തൊണ്ടയിടറി, നെഞ്ചു വിങ്ങി. കാർത്തിക്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീയുമില്ലാത്ത ഈ ജീവിതം മറ്റൊരാളുമായി അത് പങ്കുവെക്കാൻ എന്നെക്കൊണ്ട് കഴിയുമോ? നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മറുപടി നൽകാൻ അവൻ അവിടെയില്ല. എന്നാൽ അവനില്ലാത്ത കുറവ് അറിയിക്കാതെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മായിയപ്പനും അമ്മായിയമ്മയും കാണിക്കുന്ന ആ സ്നേഹവും ഉത്തരവാദിത്വവും അവളുടെ മനസ്സിന് കൂടുതൽ ഭാരമുള്ളതാക്കി. 2 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ അഞ്ജലി മുറ്റത്തെ തുളസിത്തറക്ക് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായി അവൾക്ക് കണ്ണടക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം അച്ഛൻ്റെ കണ്ണിലെ കണ്ണീരും അമ്മായിയപ്പൻ അനുഭവിക്കുന്ന ആ വേദനയും അവളുടെ മനസ്സിൽ നീറ്റലായി അവശേഷിച്ചു. തൻ്റെ വാശിക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരെയാണ് താൻ വേദനിപ്പിക്കുന്നതെന്ന തിരിച്ചറിവ് അവളെ വല്ലാത്ത അസ്വസ്ഥതയാക്കി. എനിക്കങ്ങനെയും സന്തോഷമില്ലാതായി. ഇനി അവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഞാൻ എൻ്റെ വാശി കുറക്കണം, അവൾ ഉറപ്പിച്ചു. അകത്തെ ഹാളിൽ ഇരുന്ന് പത്രം വായിക്കുന്ന രാഘവൻ്റെ അടുത്തേക്ക് കയ്യിൽ 2 കപ്പ് കാപ്പിയുമായി അഞ്ജലി ചെന്നു. പുറത്ത് കാപ്പിക്കപ്പ് വെച്ചുകൊണ്ട് അവൾ മെല്ലെ വിളിച്ചു, അച്ഛ. അദ്ദേഹം പത്രം താഴെ വെച്ച് പറയൂ മോളെ എന്ന ഭാവത്തിൽ അവളെ നോക്കി. അഞ്ജലി തല താഴ്ത്തിപ്പിടിച്ച് തൻ്റെ സാരിത്തുമ്പിൽ വിരലുകൾ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു അച്ഛ. എൻ്റെ സന്തോഷമൊക്കെ എന്നോ കാർത്തികനൊപ്പം പോയതാണ്. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ദിവസവും വിഷമിക്കുന്നത് കാണാൻ എനിക്കാവില്ല. എനിക്കിനി ജീവിതത്തിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം സന്തോഷത്തിന് വേണ്ടി നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞാൻ സമ്മതിക്കുന്നു. വിറക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു നിവർത്തി. അത് കേട്ടതും രാഘവൻ്റെ മുഖത്ത് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോലെയുള്ള ആശ്വാസം തെളിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് അഞ്ജലിയുടെ തൈയിൽ കാലുവെച്ച് അനുഗ്രഹിച്ചു. എൻ്റെ പൊന്നുമോളെ, നീ ഇപ്പോൾ വിഷമം കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. പക്ഷേ നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങളെടുക്കുന്ന ഈ തീരുമാനം നാളെ നിന്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓരോ അടിയിലും ഞങ്ങൾ നിനക്ക് കൂട്ടായി കൂടെയുണ്ടാകും. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യൂ അച്ഛ. എൻ്റെ ഭാവി ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞവൾ കണ്ണീരൊപ്പി. ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അടുക്കവാതിൽ നിന്നിരുന്ന പാർവതിയമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഇറനണിഞ്ഞു. അവർ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് 2 കൈകളും കൂപ്പിത്തൊഴുതു. മതി മോളെ, നിന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഇനി നിന്നെ കുറിച്ചോർത്ത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് രാഘവൻ കാപ്പി പോലും കൊടുക്കാതെ വേഗം അകത്തേക്ക് പോയി. ഷർട്ടുമിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് പാർവതിയമ്മ ചോദിച്ചത്, ഇതെന്താ മനുഷ്യ, രാവിലെ തന്നെ ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടായി ഇറങ്ങുന്നത്? ഇനി എന്തിനാ പാർവതി വേഗിക്കുന്നത്? മോൾ സമ്മതിച്ചല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ പോയി നമ്മുടെ കല്യാണ ബ്രോക്കർ മൂർത്തി സാറിനെ കണ്ട് നല്ലൊരു ആലോചന നോക്കാൻ ഏൽപ്പിച്ചിട്ട് വരാം എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞ് അദ്ദേഹം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി. രാഘവൻ ചെല്ലുമ്പോൾ മൂർത്തി വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അതെന്താ രാഘവൻ നായരെ, രാവിലെ തന്നെ ഇങ്ങോട്ട് വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് മൂർത്തി കസാര കാണിച്ചു കൊടുത്തു. രാഘവൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല മൂർത്തി, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതാ. നിങ്ങളുടെ കൈകൊണ്ട് നല്ലൊരു ബന്ധം ഒത്തുതരണം. അതിനെന്താ, ആർക്കാ? നിങ്ങളുടെ ബന്ധുക്കളിൽ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ആണോ? മൂർത്തി ചോദിച്ചു. അല്ല മൂർത്തി, എൻ്റെ മരുമകൾ അഞ്ജലിക്ക് വേണ്ടിയാണ്. കേട്ടയുടനെ മൂർത്തി ഒന്ന് ഞെട്ടി. കണ്ണട ശരിയാക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാ രാഘവൻ നായരെ ഈ പറയുന്നത്? കാർത്തിക് മോൻ മരിച്ചു പോയിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. അതിനുള്ളിൽ ആ കുട്ടിക്ക് 2ാമതൊരു കല്യാണം ആലോചിക്കുകയാണെന്നോ? എനിക്ക് അത്ഭുതം തോന്നുന്നു. 1 വർഷം എന്നത് നമുക്കൊരു പക്ഷേ ചെറിയൊരു കാലമായി തോന്നാം മൂർത്തി. പക്ഷേ 25 വയസ്സ് പോലും തികയാത്ത ആ കുട്ടിക്ക് മുന്നിലുള്ളത് ഒരു വലിയ ജീവിതമാണ്. എനിക്കും എൻ്റെ മകനെ നഷ്ടപ്പെട്ട സങ്കടമുണ്ട്. പക്ഷെ അവൻ്റെ ഓർമ്മകളും കെട്ടിപ്പിടിച്ച് ഇനി ഒരു 50 കൊല്ലം ആ കുട്ടിയെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒറ്റക്ക് തളച്ചിടുന്നത് എത്രത്തോളം നീതിയാണ്? നീ തന്നെ പറയ്. നമ്മളൊക്കെ ജീവിതം ഒരുവിധം കണ്ടു തീർത്തവരാണ്. പക്ഷെ ആ കുട്ടിയുടെ ജീവിതം ഇപ്പോഴല്ലേ തുടങ്ങുന്നത്. കൂട്ടിനാരുമില്ലാതെ ആ പാവം കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ
ബലി കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല മൂർത്തി. മൂർത്തി അല്പം ആലോചിച്ച ശേഷം, നിങ്ങളുടെ ചിന്ത വളരെ മഹത്തമാണ് രാഘവ. ഈ കാലത്ത് ഇങ്ങനൊരു അമ്മായിയപ്പനെ കിട്ടാൻ ആ കുട്ടി വലിയ പുണ്യം ചെയ്തിരിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള ആലോചനയാണ് നോക്കേണ്ടതെന്ന് പറയൂ. ഇതുവരെ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കനെ നോക്കണോ, അതോ ഭാര്യ നഷ്ടപ്പെട്ട ആരെങ്കിലും ആയാലും കുഴപ്പമില്ലേ? രാഘവൻ ഒന്ന് ആലോചിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ മൂർത്തി, കല്യാണം കഴിയാത്ത ചെറുക്കനാണെങ്കിൽ എൻ്റെ മരുമകളുടെ കഴിഞ്ഞ കാലം അവൻ എത്രത്തോളം മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല. നാളെ അവൻ എന്തെങ്കിലും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ പോലും ആ കുട്ടിക്കത് താങ്ങാൻ കഴിയില്ല. അതേസമയം അവളെപ്പോലെ ജീവിതത്തിലൊരു കൂട്ട് നഷ്ടപ്പെട്ട ഒരാളാണെങ്കിലോ ആ വേദന എന്താണെന്ന് അയാൾക്കും അറിയാം. അതുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയും. അതുകൊണ്ട് ഭാര്യ മരിച്ചു പോയ ആളായാലും വിവാഹമോചനം തേടിയ ആളായാലും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ടാകരുതെന്ന് മാത്രം. പക്ഷേ ഇതിനെല്ലാം മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു നിബന്ധനയുണ്ട് മൂർത്തിജി. എന്താണത് എന്ന് മൂർത്തി ചോദിച്ചു. കല്യാണം കഴിഞ്ഞാലും അഞ്ജലി ഞങ്ങളെ വിട്ടുപോകരുത്. ആ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കണം. ആ വാക്ക് കേട്ടതും മൂർത്തിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അയാളൊന്ന് മടിച്ചു നിന്നുകൊണ്ട് പരുങ്ങലോടെ പറഞ്ഞു, എന്താ രാഘവ ഇത്? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കളഞ്ഞു. ഒന്നാമതേ ഒരു പുനർവിവാഹ ആലോചന ഒത്തുവരുന്നത് തന്നെ കത്തിക്കുമീതെ നടക്കുന്നത് പോലെ വലിയൊരു പാടാണ്. അതിൻ്റെ കൂടെ ആ പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ആൺകുട്ടിയാണ് ഇതിന് തയ്യാറായി മുന്നോട്ട് വരിക? നമ്മുടെ നാട്ടിൽ ഈ പെൺവീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പലവിധ ചിന്തകളും മടിയുമൊക്കെ കാണും. നാളെ മറ്റന്നാൾ ആരെങ്കിലും പെൺവീട്ടിൽ നിൽക്കുന്ന മരുമകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടാകും. നിങ്ങൾ വളരെ കടുത്തൊരു നിബന്ധനയാണ് വെക്കുന്നത് സാറേ. മൂർത്തി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. രാഘവൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനങ്ങനെ വിളിക്കരുത് മൂർത്തി സാറേ. എൻ്റെ മകൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു മകൻ കൂടി വരുന്നു എന്ന് കരുതിയാൽ പോരെ? ആ കുട്ടിയെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവളോട് എങ്ങനെയാണോ കഴിയുന്നത്, അവരോളെ എങ്ങനെയാണോ നോക്കുന്നത് എന്നൊക്കെ ഓർത്ത് എന്നും പേടിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. 4 പേര് എന്ത് വിചാരിക്കും എന്ന് കരുതി ജീവിക്കുന്ന ആളെയല്ല എനിക്ക് വേണ്ടത്. പകരം ആ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ കൂടെ താങ്ങായി നിൽക്കുന്ന ഒരാളാവണം. കല്യാണം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഒരാളെ മതി. മൂർത്തി താടിയിൽ കൈവച്ച് കുറച്ചു നേരം ആഴത്തിൽ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു ആലോചന ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ തന്നെയുള്ള പയ്യൻ, പേര് ശ്രീധരൻ, ബാങ്കിൽ കാഷ്യറായിട്ട് ജോലി ചെയ്യുന്നു. നല്ല ശാന്ത സ്വഭാവക്കാരനാണ്. നല്ല ഉത്തരവാദിത്തമുള്ള കൂട്ടത്തിലാണ്. ഒരു 6 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ചു കാലം മുമ്പ്, അതായത് 2 വർഷം മുമ്പ് പ്രസവത്തിനിടയിലാണ് അവൻ്റെ ഭാര്യ മരിക്കുന്നത്. കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ തന്നെ അവൾ പോയി. ഇപ്പോൾ അവന് ഒരു 2 വയസ്സുള്ള ഒരു മകളുണ്ട്. ഭാര്യ പോയതിൽ പിന്നെ ആ കുഞ്ഞിന് അമ്മയും അച്ഛനുമെല്ലാം അവൻ തന്നെയാണ്. അവനാണ് അവളെ നോക്കി വളർത്തുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും സ്വന്തം നാട്ടിൽ മൂത്ത മകൻ്റെ കൂടെയാണ് താമസം. അച്ഛന് പക്ഷാഘാതം വന്ന് ായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ശ്രീധരനാണെങ്കിൽ ഇവിടെ ബാങ്കിലാണ് ജോലി. അതുകൊണ്ട് നാട് വിട്ടു പോകാനും പറ്റില്ല. കുഞ്ഞിനൊരമ്മയുടെ സ്നേഹം വേണം. അതുകൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇത്രയും കാലം അവനത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം